തിരുവനന്തപുരം വർക്കല താലൂക്ക് ആശുപത്രിയിലെ നേത്രപരിശോധനാ വിഭാഗം ഡോക്ടറുടെ അഭാവത്തെ തുടർന്ന് പ്രതിസന്ധിയിലായെന്ന് നാട്ടുകാർ. ശസ്ത്രക്രിയയ്ക്കായി തീയതി നിശ്ചയിച്ചിരുന്ന നിരവധി രോഗികളടക്കം ബുദ്ധിമുട്ടിലാണ്. അത്യാഹിത വിഭാഗത്തിലും വേണ്ടത്ര ജീവനക്കാരില്ലെന്നും പരാതിയുണ്ട്. നിലവിൽ സേവനമനുഷ്ഠിച്ചിരുന്ന നേത്രരോഗ വിദഗ്ധൻ സ്ഥലം മാറിയതോടെയാണ് വിഭാഗത്തിലെ പ്രതിസന്ധി രൂക്ഷമായത്. പകരം ഡോക്ടറെ നിയമിക്കാത്തതിനാൽ ദിനംപ്രതി 100-ലധികം രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ പരിശോധനകളും തുടർ ചികിത്സകളും മുടങ്ങിക്കിടക്കുകയാണ്. സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ രോഗികൾക്ക് സ്വകാര്യ നേത്രവിഭാഗത്തിലെ സേവന തടസ്സം വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. അടിയന്തരമായി പുതിയ നേത്രരോഗ വിദഗ്ധനെ നിയമിച്ച് സേവനം പുനഃസ്ഥാപിക്കണമെന്നാണ് രോഗികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. കണ്ണിന്റെ ഓപ്പറേഷന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എത്രയോ ദിവസങ്ങൾ പോയി അവിടെ ചെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ECG എടുത്ത് എല്ലാം ചെയ്ത് ഡോക്ടർ ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് 8-ാം തീയതി ചെല്ലാൻ 1-ാം തീയതി അന്ന് കണ്ടപ്പോഴത്തേക്ക് 8-ാം തീയതിയിലേക്ക് ഡേറ്റ് ഇട്ട് തന്ന് 8-ാം തീയതി ചെല്ലുന്ന ഡോക്ടർ 2 ദിവസത്തിന് മുമ്പ് അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി. പകരത്തിന് ഒരു ഡോക്ടറില്ല. കണ്ണ് ഓപ്പറേഷൻ ചെയ്ത അമ്മമാര് ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ കണ്ണ് ടെസ്റ്റ് ചെയ്ത് മരുന്ന് ഒഴിക്കുന്നതിന്റെ ഇതുപോലെ എന്റേത് തന്നെ 33-ാമത്തെ നമ്പറാണ്. ഒരുപാട് പാവങ്ങൾ അവിടെ വന്നു. ഒരു ഡോക്ടറെ ഇതേവരെ നിശ്ചയിക്കാനും പറ്റില്ല. സാധാരണ ട്രാൻസ്പോർട്ട് ബസ്സിലെ ഡ്രൈവറെ സസ്പെൻഡ് ചെയ്യുന്നത് പോലെ ഒരു ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിട്ട് കണ്ണിന്റെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നവർ എന്ത് ചെയ്യണം? മഴക്കാലമായതിനാൽ പനിയും മറ്റ് സാംക്രമിക രോഗങ്ങളും വർദ്ധിച്ചതോടെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ രോഗികളുടെ തിരക്ക് കുത്തനെ ഉയർന്നിരിക്കുകയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളും പ്രധാനമായും ആശ്രയിക്കുന്ന ആശുപത്രിയിൽ കുട്ടികളും സ്ത്രീകളും വയോധികരുമടക്കം രാത്രികാലങ്ങളിൽ പോലും നീണ്ട ക്യൂവിൽ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട സ്ഥിതിയാണുള്ളത്. ഒന്നാമത് വർക്കല താലൂക്ക് ആശുപത്രിയാണ്. ഇത്രയും വലിയൊരു ആശുപത്രിയിൽ ഒരു ഡോക്ടർ പകരം ഒരു ഡോക്ടറെ വരുത്തിയിട്ട് ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോ സാധാരണ ഒരു ചെറിയ ഹോസ്പിറ്റലാണ് കരുതില്ല. വർക്കലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കല താലൂക്ക് ഓഫീസിലെ ഡോക്ടറാണ്. അതുപോലും കാണിക്കാതെയാണ് നടക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാല്ലേ, ആരോഗ്യവും മറ്റേ ദേവസ്വം ബോർഡും ഇവര് സ്വർണം കട്ടെന്നും പറഞ്ഞാണ് വോട്ടത്രയും ഹിന്ദുക്കളെ വോട്ടത്രയും പിടിച്ച് ഇപ്പൊ കള്ളനെ തന്നെ താക്കോലേൽപ്പിച്ചില്ലേ. രാത്രി അത്യാഹിത വിഭാഗത്തിൽ ഒരു ഡോക്ടർ മാത്രമാണ് സേവനത്തിനുള്ളത്. ഇത് പര്യാപ്തമല്ല എന്ന ആക്ഷേപം വർഷങ്ങളായി ഉയർന്നിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. ആരോഗ്യമന്ത്രി അടിയന്തരമായി ഇടപെട്ട് കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.